English Matters. A room without books is like a body without a soul. ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് പുസ്തകങ്ങൾ ഇല്ലാത്ത മുറി. റോമൻ ദാർശനികനും ചിന്തകനുമായിരുന്ന സിസറോവിന്റെ വാക്കുകളാണിവ. ഫ്രണ്ട്സ്, ലെറ്റ് മീ ആസ്ക് യു, ഹൗ ഓഫൻ ഡു യു റീഡ് ബുക്സ്? എത്ര ഇടവിട്ടാണ് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാറ്? ഹൗ ഓഫൻ ഡു യു റീഡ് ബുക്സ്? ചിലർക്ക് കൃത്യമായ ഉത്തരമുണ്ട്. മാസത്തിൽ ഒരു പുസ്തകമെന്നോ എല്ലാ ആഴ്ചയും ഓരോ പുസ്തകമെന്നോ. എന്നാൽ പലർക്കും അത് സാധിക്കാറില്ല. Some of us have precise answers such as a book once a month or once a week. But most of us may not be able to give such accurate answers. Here are a few responses. I read books often. ഞാൻ പലപ്പോഴും പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. I read books often. I read books very often. ഞാൻ വളരെ അടുപ്പിച്ച് അല്ലെങ്കിൽ ധാരാളമായി പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. I read books very often. Very often എന്ന് പറയുന്നതിന് പകരം quite often എന്നും പറയാവുന്നതാണ്. Quite, quite. I read books quite often. Here's another response. I read books somewhat often. ഏതാണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. I read books somewhat often. ചോദ്യത്തിലും ഉത്തരങ്ങളിലും often എന്ന പദത്തിന്റെ സാന്നിധ്യം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. Often, often, often. Often എന്നും ഉച്ചരിക്കാറുണ്ട്. Often means frequently, many times. പലപ്പോഴും, ഇടയ്ക്കിടെ, ഇടവിട്ട് എന്നൊക്കെയാണ് often എന്ന പദത്തിന്റെ അർത്ഥം. ഒരു കാര്യം അല്ലെങ്കിൽ പ്രവൃത്തി ആവർത്തിക്കുന്നതിന്റെ രീതി അഥവാ സ്വഭാവം ആണ് ഉദ്ദേശിക്കുന്നത്. Do you often go to the movies? താങ്കൾ ഇടയ്ക്കിടെ സിനിമയ്ക്ക് പോകാറുണ്ടോ? Do you often go to the movies? She does not come here as often as she used to earlier. നേരത്തെ വന്നിരുന്ന പോലെ ഇടയ്ക്കിടെ അവൾ ഇവിടെ വരാറില്ല. She doesn't come here as often as she used to earlier. Feel free to call me as often as you wish. എന്നെ താങ്കൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഇടയ്ക്കിടെ വിളിക്കാൻ മടിക്കണ്ട. Feel free to call me as often as you wish. ബൈ പറയുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. Do read books as often as you can. പുസ്തകങ്ങൾ ആകാവുന്നത്ര ഇടയ്ക്കിടെ വായിക്കുക. കാരണം അവ നിങ്ങളുടെ മനസ്സ് തുറക്കുകയും വിശാലമാക്കുകയും ചെയ്യുന്നു. മറ്റൊന്നിനും സാധിക്കാത്ത വിധത്തിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. To quote William Feather, books open your mind, broaden your mind and strengthen you as nothing else can. English Matters, presented by Smita Manikot.